നമസ്കാരം. ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത് വളരെ ഊഷ്മളമായൊരു ബന്ധമാണ്. കാലാകാലങ്ങളായി അത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണെങ്കിലും BJP സർക്കാരിൻ്റെ കാലത്താണെങ്കിലും ഒരു ഊഷ്മളമായ ബന്ധം നിലനിന്ന് വന്നിരുന്നു. പക്ഷേ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതി, ഇവിടെ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി പലപ്പോഴും ഇസ്രായേലിനെ അവഗണിക്കുന്ന ഒരു മനോഭാവം കോൺഗ്രസ് സർക്കാരുകൾ കാണിച്ചിരുന്നു. പാലസ്തീനെ എപ്പോഴും ഒരു പടി മുകളിൽ, ഇസ്രായേലിൻ്റെ ഒരു പടി മുകളിൽ പ്രതിഷ്ഠിച്ച് ആദരിക്കുകയോ അല്ലെങ്കിൽ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ സുഖിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു രീതി കോൺഗ്രസ് സർക്കാർ തുടർന്നു വന്നിരുന്നു. BJP സർക്കാരുകളുടെ കാലത്ത് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം കണ്ടുവന്നിരുന്നു. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലം വന്നു. അപ്പോൾ ഈ ബന്ധം ആകെ മാറിമറിഞ്ഞു. വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ ഭാരതത്തെ അകമഴിഞ്ഞ് സഹായിച്ച ഏക രാജ്യം ഇസ്രായേലായിരുന്നു. അത് സാറ്റലൈറ്റിൽ നിന്നുള്ള ചിത്രങ്ങളായാലും മറ്റ് പല രീതിയിലുള്ള സഹായങ്ങളായാലും പലതും പുറത്ത് പറഞ്ഞിട്ടുള്ളതും പുറത്ത് പറയാത്തതുമായിട്ടുള്ള സഹായങ്ങൾ, പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള വിവര കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ അകമഴിഞ്ഞ് ഭാരതത്തെ സഹായിച്ചിട്ടുണ്ട് ഇസ്രായേൽ. എന്നും ഭാരതത്തോടൊപ്പം, അതും ദുർഘടഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ നിലനിന്നിരുന്നൊരു സുഹൃത്തായിരുന്നു ഇസ്രായേൽ. ആ ഊഷ്മളത അതിൻ്റെ പാരമ്യത്തിലെത്തിയത് നരേന്ദ്രമോദി സർക്കാർ 2014 കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടുകൂടിയാണ്. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം, അതിനപ്പുറത്തേക്ക് ഇസ്രായേലും ഭാരതവും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ബന്ധം, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടുതൽ സഹകരണങ്ങൾ വിവിധ മേഖലയിൽ, അത് കൃഷിയായാലും പ്രതിരോധമായാലും ആ മേഖലകളിലെല്ലാം ഭാരതവും ഇസ്രായേലും തമ്മിലുണ്ടായി. ഒരു ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ചു. ഇസ്രായേലിലെ പരമോന്നത സിവിലിയൻ ബഹുമതി സ്വന്തമാക്കി. അതേസമയം തന്നെ പലസ്തീനുമായിട്ട്, ഹമാസ് പോലുള്ള ഭീകരവാദ സംഘടനകളുമായിട്ടല്ല, പലസ്തീനുമായിട്ടും ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു മോശമല്ലാത്തൊരു ബന്ധം ഹമാസും പലസ്തീനികളും എപ്പോഴും കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്ക്, ഭാരതത്തിനെതിരാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഭാരതം സൂക്ഷിച്ചു വന്നിരുന്നു. പക്ഷേ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ നടത്തിയ ഭീകരവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതം ഹമാസിനെ അപലപിക്കുക മാത്രമല്ല, ഇസ്രായേൽ പ്രതികാര നടപടി തുടങ്ങിയപ്പോൾ ഇസ്രായേലിനെ അകമഴിഞ്ഞ് തിരിച്ച് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ പുറത്തുവരുന്ന വിവരങ്ങൾ ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല, സ്ഥിരീകരിക്കാൻ പോകുന്നതുമില്ല. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് ഏതാണ്ട് 2596 ഷിപ്മെൻറ്റുകൾ, കപ്പലുകൾ, ആയുധങ്ങളുമായി ഭാരതം ഇസ്രായേലിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കുക. ഇതിൽ ഭാരതം അയച്ചു കൊടുത്തു എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആയുധങ്ങളും മറ്റ് ഘടകങ്ങളും, യുദ്ധാവശ്യമായിട്ടുള്ള മറ്റ് വസ്തുക്കളും ഭാരതം കയറ്റി അയക്കുക, അതും 2596 തവണ കപ്പലുകളിൽ കയറ്റി അയക്കുക എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ചൊരു കുതിച്ചുചാട്ടമാണ് പ്രതിരോധ മേഖലയിൽ. ആ വിഷയം നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ പ്രധാന വിഷയം ഇസ്രായേലിന് ഈ ആയുധ സഹായം ഭാരതം ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് സ്ഥിരീകരിക്കാൻ പോകുന്നില്ല ഇരു രാജ്യങ്ങളും. എന്നാലും തൽക്കാലത്തേക്ക് ഒരു വാദത്തിന് വേണ്ടി ഈ 2596 തവണ കപ്പലുകളിൽ ഈ ആയുധ കൈമാറ്റം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആയുധ വിൽപ്പന നടന്നിട്ടുണ്ടെന്നുള്ള ആ ഒരു സംഖ്യ നമുക്കങ്ങ് വിശ്വാസത്തിലെടുക്കാം. അതിലും ഏറെയാണെങ്കിലേ ഉള്ളൂ. അതിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ ഏതാണ്ട് 5,64,970 സ്ഫോടക വസ്തുക്കളുടെ ആർട്ടിലറി ഷെൽ കേസിങ്ങും ഈ ഡ്രോൺ യുദ്ധമുനകൾ, പോർമുനകളും ഒക്കെയായിട്ടുള്ള ഘടകങ്ങൾ, യുദ്ധ ആവശ്യമായിട്ടുള്ള പ്രതിരോധ വസ്തുക്കൾ, ആയുധങ്ങൾ 5,64,970. ഈ ചെറുകിട ആയുധങ്ങളുടെ ഭാഗങ്ങൾ അത് ഏതാണ്ട് 3,90,516. 298 സൈനിക വാഹനങ്ങളുടെ, സൈനിക കവചിത വാഹനങ്ങളുടെ ഭാഗങ്ങൾ, ഇവയെല്ലാമാണ് ഭാരതം കയറ്റി അയച്ചത് ഇസ്രായേലിലെ ഒരു ഡിഫൻസ് കോൺട്രാക്ടർക്ക്. ഏറ്റവും പ്രധാനമായിട്ട് ഭാരതവുമായിട്ട് ഇടനില നിന്നത്, കാരണം രാജ്യവുമായിട്ട് നേരിട്ടല്ലാതെ ഡിഫൻസ് കോൺട്രാക്ടർമാരാണ് അവിടെ ഈ സൈനിക ആവശ്യത്തിനുള്ള ആയുധങ്ങളും മറ്റ് സാമഗ്രികളും വാങ്ങി, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയോ നിർമ്മിച്ചോ ഇസ്രായേൽ സൈന്യത്തിന് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്നത്. എൽബിറ്റ് എന്ന
എൽബിറ്റ് സിസ്റ്റംസ് എന്ന സ്വകാര്യ പ്രതിരോധ കമ്പനി വഴിയാണ് ഭാരതം ഈ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയത്. ഇത് സംബന്ധിച്ച് വലിയ വിവാദവും കരച്ചിലും നിലവിളികളും പഴിപറച്ചിലും ഒക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ പലരും തന്നെ ഗാസയിൽ കൂട്ടക്കൊല നടക്കുകയാണ്, വംശഹത്യ നടക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഭാരതം ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ രക്തത്തിൻ്റെ കറകൾ, ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിൻ്റെ കറകൾ ഭാരതത്തിൻ്റെ കയ്യിലുണ്ടാകും. നരേന്ദ്രമോദിയെ നരാധമൻ എന്ന് പണ്ടേ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ നരനരാധമനാണ്. ഈ ആയുധങ്ങൾ ഇസ്രായേലിന് അയച്ചു, ജൂതന് അയച്ചു കൊടുത്തു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഹാലിളകിയ അവസ്ഥയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ജിഹാദികൾ. പക്ഷെ അവർ പലപ്പോഴും മറച്ചു വയ്ക്കുന്നൊരു കാര്യം, ഒക്ടോബർ 7 ഹമാസ് അവിടെ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടിയായിട്ടാണ്, പ്രതികാരമായിട്ടാണ് ഇസ്രായേൽ ഗാസയെ ആക്രമിച്ച് ഇനിയൊരിക്കലും അത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി ഗാസ ഏതാണ്ട് പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു പകുതി മുക്കാലോളം നിരത്തി ഹമാസിനെ ആയുധം വെച്ച് കീഴടങ്ങാൻ നിർവീര്യരാക്കുവാൻ അല്ലെങ്കിൽ സ്വയം നിർവീര്യരാകുവാൻ നിർബന്ധിതരാക്കിയത്. അതുപോലുള്ള ഭീകരമായിട്ടുള്ള ആക്രമണമായിരുന്നു ഹമാസ് ഇസ്രായേൽ നടത്തിയത്. അതിൻ്റെ തിരിച്ചടി എന്നുള്ളത് ഇസ്രായേലിൻ്റെ കാര്യം എപ്പോഴും അങ്ങനെയാണ്. കാരണം നിലനിൽപ്പിന് വേണ്ടിയിട്ട് പൊരുതുന്ന, ചുറ്റും ജിഹാദികളാൽ വളയപ്പെട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പൊരുതുന്നൊരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അവരെ ഒന്നടിച്ചാൽ അവർ തിരിച്ച് 10 മല്ലടിക്കുന്നത്, ചിലപ്പോൾ 1000-ഓ 10,000-ഓ മടങ്ങ് അവർ തിരിച്ചടി നൽകിയിരിക്കും. അങ്ങനെ മാത്രമേ അവർക്ക് ആ മേഖലയിൽ നിലനിന്ന് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ തിരിച്ചടി എപ്പോഴും ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിരിക്കും, ശത്രുവിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ളതായിരിക്കും, ഇനി ഒരിക്കലും ശത്രു തലപൊക്കാത്ത തരത്തിലുള്ളതുമായിരിക്കും. അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങിയപ്പോൾ ഭാരതം കാർഗിൽ യുദ്ധത്തിൽ ഇസ്രായേൽ എങ്ങനെ എപ്രകാരം ഭാരതത്തിൻ്റെ ഒപ്പം നിന്നോ അതുപോലെ നല്ലൊരു സുഹൃത്തായി ഇസ്രായേലിൻ്റെ ഒപ്പം നിന്നു. അക്കാര്യത്തിൽ ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം എക്കാലത്തും ഭാരതത്തിൻ്റെ നല്ലൊരു സുഹൃത്തിനെ ഭാരതം തിരിച്ച് ഇത്തരത്തിലൊരു അസന്നിഗ്ധ ഘട്ടത്തിൽ അവരേറ്റവും വലിയ, അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ, ഒരു പക്ഷേ അമേരിക്ക പോലും അവരുടെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്ക അവർക്ക് നൽകുന്ന ആയുധത്തിൻ്റെ എണ്ണത്തിലും അളവിലുമൊക്കെ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറവ് വരുത്താൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒപ്പം നിന്ന് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല സുഹൃത്തെന്നുള്ള നിലയിൽ ഭാരതത്തിൻ്റെ കടമ തന്നെയാണ്. ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുമായി യാതൊരു തരത്തിലുള്ള ഒരു കടപ്പാടും ഭാരതത്തിനില്ല. ഫലസ്തീനുമായിട്ട് സൗഹൃദമോ അല്ലെങ്കിൽ ഒരു നല്ല ബന്ധമോ പുലർത്തിയിരുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഫലസ്തീൻ ഭാരതത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും അഭിപ്രായ പ്രകടനങ്ങളിലൂടെയെങ്കിലും ദ്രോഹങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല പാകിസ്ഥാനെ കശ്മീർ വിഷയത്തിൽ പിന്തുണയ്ക്കുക വഴി. അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കേണ്ട യാതൊരു ബാധ്യതയും ഭാരതത്തിനില്ല. ഇപ്പോഴും വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം, ഹമാസ് പോലുള്ള സംഘടനകളെ ഭാരതവും പരസ്യമായി തന്നെ ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. ഇതുവരെ ഭാരതം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ഭാരതത്തിൻ്റെ നല്ലൊരു സുഹൃത്തായി തുടരുക തന്നെ ചെയ്യും. എന്തായാലും ഇത്തരത്തിലുള്ള ഈ 2596 എന്നുള്ളത് 25,960 ആകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനിയും ആയുധങ്ങൾ പോരാ, നമ്മുടെ കൂടുതൽ കയറ്റുമതി, നമ്മുടെ ഒരു $1 ബില്യൺ കയറ്റുമതിയൊക്കെയായി $1 ട്രില്യൺ കയറ്റുമതിയാകണം പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന്. അതിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിനെ ഹമാസിനെതിരെ പ്രയോഗിക്കാനാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അത് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ജിഹാദികളെ, ഇസ്ലാമിക ഭീകരരെ ലോകത്താരടിച്ചമർത്തിയാലും അവർക്ക് പിന്തുണ നൽകണം. അവരുമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ പറഞ്ഞു തീർക്കാം. അടിസ്ഥാനപരമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാറുണ്ട്. ചൈന എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. പാകിസ്ഥാനേക്കാൾ വലിയ ശത്രു ചൈനയാണ് എന്ന പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്നവനാണ്, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ചൈനയുടെ കാര്യത്തിൽ ഉയ്ഗർ ജിഹാദികളെ അവർ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ അവരോട് യോജിക്കുന്നത്. അത് ലോകത്തിന് മുഴുവൻ ഒരു പാഠപുസ്തകമാകണം. അടിസ്ഥാനപരമായിട്ട് ഇത്തരത്തിൽ ഞങ്ങളുടെ മതമാണ് വലുത്, 5 നേരമുള്ള ഈ വിളിച്ചുകൂവൽ, പരസ്യമായിട്ടുള്ള പ്രദർശനാപരമായിട്ടുള്ള ചില മതാചാര പ്രകടനങ്ങൾ, ഇതൊന്നും അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഈ ആട്ടും തടിയും വളർത്തി അനിയൻ്റെ പാൻറ്റും ചേട്ടൻ്റെ ഷർട്ടും ഒന്ന് വിട്ട് നടക്കാനും അനുവദിക്കില്ല. താടിയും മുടിയൊക്കെ വടിച്ച് നല്ല വൃത്തിയായിട്ട് നടന്ന് രാവിലെ വന്ന് ഒരു 2 സ്റ്റെപ്പ് ഡാൻസൊക്കെ കളിച്ചിട്ട് വേണം പോകാൻ എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം. അങ്ങനെയാണ് അവരവരെ വളർത്തിയെടുക്കുന്നത്, വളരെ മര്യാദയ്ക്കാണ്. അതുകൊണ്ട് എന്താണ്, ചൈനയിൽ വലിയ ഭീകരാക്രമണങ്ങളൊന്നും ഉണ്ടാകാറില്ല. അത് ലോകം മുഴുവൻ ഒരു പാഠമാക്കി
എടുക്കണം, എന്താ പറയുക, ഒരു മാർഗരേഖയാക്കി എടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജിഹാദികളെ ഏത് രാജ്യം കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികളിലൂടെ കൈകാര്യം ചെയ്താലും അവർക്കൊപ്പം ആയിരിക്കണം ഭാരതം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ചോദ്യമേ ഉദിക്കുന്നില്ല. കാരണം ഇസ്രായേൽ എല്ലാ കാലത്തും ഭാരതത്തിൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. എല്ലാ കാലാവസ്ഥയിലും ഓൾ വെതർ ഫ്രണ്ട് എന്ന് പറയുമല്ലോ. ഓൾ വെതർ ഫ്രണ്ട് മാത്രമല്ല, ഏറ്റവും വിശ്വസ്തതയുള്ള ഒരു സുഹൃത്തായിരുന്നു. വിശ്വാസയോഗ്യമായിട്ടുള്ള, നമ്മുടെ ലോയൽറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടാത്ത തരത്തിലുള്ളൊരു സൗഹൃദമാണ് ഇസ്രായേൽ നമ്മളോട് എപ്പോഴും എല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാരതവും തിരിച്ച് പ്രകടിപ്പിക്കുക. രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളും ചില പാലം വലികളും എല്ലാ കാലത്തും ഉണ്ടാകും. പക്ഷേ ഒരു നയതന്ത്ര തലത്തിൽ ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇനിയും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. കൂടുതൽ ആയുധങ്ങൾ ഭാരതം ഇസ്രായേലിന് നൽകട്ടെ. തിരിച്ചും ഭാരതം പാകിസ്ഥാനിലെ ജിഹാദികളെ കൈകാര്യം ചെയ്യട്ടെ, ഇസ്രായേൽ ഗാസയിലെ ജിഹാദികളെ കൈകാര്യം ചെയ്യട്ടെ. അങ്ങനെ ലോകക്രമം ഒരു സന്തുലിതാവസ്ഥയിൽ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഇസ്രായേലിനും ഭാരതത്തിനും സൗഹൃദാശംസകൾ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.